പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സങ്കീർത്തനങ്ങൾ അദ്ധ്യായം 83. ദൈവമേ, മൗനമായിരിക്കരുതേ. ദൈവമേ, നിശ്ചലനും നിശബ്ദനുമായിരിക്കരുതേ. ഇതാ അങ്ങയുടെ ശത്രുക്കൾ ഇളകിമറിയുന്നു. അങ്ങയുടെ വൈരികൾ തലപൊക്കിയിരിക്കുന്നു. അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു. അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം. ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു. അതെ, അവർ ഏക മനസ്സോടെ ദുരാലോചന നടത്തുന്നു. അങ്ങേക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു. ഏദോം, ഇസ്മായിലിയർ, മെവാവ്, ഹഗ്രിയർ, ഗേബൽ, അമ്മോൻ, അമലക്, ടെയീർ നിവാസികളടക്കം ഫിലിസ്ത്യർ എന്നിവർ ഒത്തുചേർന്നു. ലോത്തിൻ്റെ മക്കളുടെ സുശക്തകരമായ അസീറിയായും അവരോട് ചേർന്നു. മേദിയക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ. കിഷോൺ നദിയിൽ വെച്ച് സിസേറിയരോടും യാബിനോടും ചെയ്തതുപോലെ അവരെ എൻദോറിൽ വെച്ച് നശിപ്പിച്ചല്ലോ. അവർ മണ്ണിന് വളമായി തീർന്നു. അവരുടെ കുലീനരെ ഓറബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ പ്രഭുക്കന്മാരെ സേബ, സൽമുന്ന എന്നിവരെ പോലെയും ആക്കേണമേ. ദൈവത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ നമുക്ക് കൈയടക്കാം എന്ന് അവർ പറഞ്ഞു. എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിരുപോലെയും ആക്കേണമേ. അഗ്നി വനം വിഴുങ്ങുന്നത് പോലെയും തീജ്വാലകൾ മലകൾ ദഹിപ്പിക്കുന്നത് പോലെയും അങ്ങയുടെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ. അങ്ങയുടെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ. അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിന് വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അപമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതൻ എന്നവർ അറിയട്ടെ. സകലത്തിൻ്റെ നാഥനായ ദൈവമേ, നിൻ്റെ നാമമാണ് ഈ ലോകത്ത് മുഴുവനും സന്തോഷവും സമാധാനവും നൽകുന്നതും. നീയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനെന്നും ഈ ലോകം മുഴുവൻ അറിയുകയും എല്ലാവരും നിൻ്റെ സ്നേഹത്തിലേക്ക്, നീ ഞങ്ങൾക്കായി നൽകുന്ന കാരുണ്യത്തിൻ്റെ ആ വൻ കടലിലേക്ക് സ്നേഹവും സന്തോഷവും സമാധാനം അനുഭവിച്ച് ജീവിക്കുന്ന നല്ല മക്കളായി ഭൂമിയിലുള്ള എല്ലാവരും ഒത്തുചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെ നാഥനായ ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.